ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ നിങ്ങളിട്ട കമൻസുകളൊക്കെ കണ്ടു കേട്ടോ. അതിനൊക്കെ റീപ്ലൈ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം മഞ്ഞിൽ നന്നായിട്ട് പൂക്കളൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഇത് കോസ്മോസിൻ്റെ ഡബിൾ പെറ്റൽസിൻ്റെ സീഡാണ്. ഇത് ഞാൻ എടുത്തിട്ട് ഇനി ഒരു കവറാക്കി വെക്കും. എന്നിട്ട് അടുത്ത മഴക്കാലത്ത് ഞാനത് മണ്ണിൽ പാകും. ഇലയിൽ കാണുന്ന വെള്ളം മഞ്ഞ് വീണതാണ് കേട്ടോ. ഇനി ഞാൻ ലോങ് വീഡിയോ ചെയ്യണം എന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻസിലൂടെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ റീപ്ലൈ കുറേ എഴുതിണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ആൻസർ പറയാം കേട്ടോ. തെച്ചിയുടെ 6 വെറൈറ്റീസാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ലൂഫോർബിയ, അത് കുറേ ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ കളറെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഈ ഫ്ലവറിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഓൺലി യെല്ലോ കളറ്. ഇതിൻ്റെ യെല്ലോൻ്റെ നടുക്ക് ബ്ലാക്ക് വരുന്നത്. ഇതിൻ്റെ വൈറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. പൂവിട്ടിട്ടില്ല, പക്ഷെ അത് പെട്ടെന്ന് വാടിപ്പോകും. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ച ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പീച്ച് കളറ് കാണിക്കുന്നുണ്ട്. കാരണം പീച്ച് കളർ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഈ പോപ്പി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. ഇതാണ് കേട്ടോ ഡബിൾ പെറ്റൽസിൻ്റെ പീച്ച് കളറിലുള്ള പോപ്പി. ഇത് ഭയങ്കര രസമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പൂന്തോട്ടത്തിലെ റാണി ഇവളാണ്. പിന്നെ ഇതിൽ ഒരുപാട് മൊട്ടുകളുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം ഇവൾ തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോയിൽ അധികം എന്ന് തോന്നുന്നു. കാരണം നല്ല ഭംഗിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്ലവറിൻ്റെയും ഒറിജിനൽ കളർ ഈ വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. അത് നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നോക്കും. എന്തിന് രാത്രി വരെ ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ ചെടിയൊക്കെ എന്തായി എന്നുള്ളത് നോക്കും. ഈ ചെടിനോട് എത്രയും ക്രേസ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാണ്. ഈ തുമ്പയിൽ വിത്തൊക്കെ ആയി തുടങ്ങി കേട്ടോ. തുമ്പയുടെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ റോസിൽ വീണ്ടും ഒരു മുട്ടും കൂടി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് ചെടികൾക്ക് ബുക്കിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു മെസ്സേജ്. ഇപ്പോൾ ഉള്ള തൈകളിൽ നിന്ന് ഒരുപാട് കമ്പുകൾ മാറ്റി കുത്തി ഒരുപാട് തൈകൾ ഉണ്ടാക്കട്ടെ കേട്ടോ. പിന്നെ ഈ പോപ്പികളിലൊക്കെ ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ വയലറ്റിൻ്റെ ഡബിൾ പെറ്റൽസ് പോപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗിയാണ്. അതിൻ്റെ 3 കളറാണ് ഇവിടെ ഉള്ളത്. 2 ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത്. ഞാൻ പതുക്കെ അത് പിടിച്ച് പൊന്തിക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ പൂ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും. പക്ഷേ ഇത് കൊഴിയാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ഉണ്ടാവും ആ പൂവ്. പിന്നെ ഇതിൽ ഒരു മുട്ടും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എന്നും ഞാൻ കാണിക്കുന്നൊരു ഫ്ലവറാണ്. ഇതും നല്ല ഭംഗി തന്നെയാണല്ലോ കാണാൻ. ഈ ലില്ലിയുടെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ വിരിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.